ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഇഗ്നോ എക്സാംസിന് പറ്റി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ അഡ്മിറ്റ് കാർഡിൽ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. എക്സാം റീഷെഡ്യൂൾ ചെയ്യേ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ് ഏതെങ്കിലും പേപ്പേഴ്സ് എന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങളുടെ സെൻറ്ററിൽ മാത്രം എക്സാംസ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ എക്സാം നിങ്ങൾക്ക് അടുത്ത സെഷനിലാണ് എഴുതാൻ പറ്റുക. അതിൻ്റെ ഫീ എന്തായിരിക്കും, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വേറെ ഫീ പേ ചെയ്യേണ്ടി വരില്ല. ഇനി യൂണിവേഴ്സിറ്റി നമ്മൾ കൊടുത്ത സെൻറ്ററിൽ തന്നെ നമുക്ക് എക്സാം കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വേറെ സെൻറ്ററാണ് കിട്ടിയെങ്കിൽ അതെന്ത് ചെയ്യാം, മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ഇറക്കിയിരുന്നു. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. യൂണിവേഴ്സിറ്റിക്ക് എന്തുണ്ട്, സ്റ്റുഡൻസിനെ അവർക്ക് ഇഷ്ടപ്പെട്ട സെൻറ്ററിലോട്ട് മാറ്റാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് എക്സാമിനീസ്, അതായത് എക്സാം എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, കെയർഫുള്ളി വേണം അവരുടെ എൻറോൾമെൻറ്റ് നമ്പർ ആൻസർ ഷീറ്റിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ തെറ്റായ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഡിക്ലെയർ ആവുന്നതല്ല. അതേപോലെ തന്നെ എൻറോൾമെൻറ്റ് നമ്പർ 9 ഡിജിറ്റ്സ് ആണെങ്കിൽ 10 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 0 അവസാനത്തെ ഇതിൽ ബോക്സിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ ആഡ് ചെയ്യുകയോ ചെയ്യരുത്. പകരം അവിടെ ക്രോസ് മാർക്ക് ഇട്ട് വെക്കണം. നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ 10 ബോക്സസ് ആണ് ഉണ്ടാവുക. അതിൽ 9 ഡിജിറ്റ്സ് ആണ് നിങ്ങളുടെയെങ്കിൽ അവസാനത്തതിൽ ഒരു ക്രോസ് ഇടാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് എക്സാമിനേഷൻ സെൻറ്റർ കോഡും, അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഒരു ആൻസർ ഷീറ്റ് ബുക്ക്ലെറ്റ് മാത്രമേ തരുള്ളൂ. അതിൻ്റെ അകത്തുള്ള മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ എക്സ്ട്രാ ആൻസർ ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. പിന്നെ പേജ് ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് വിടരുത്. ഇപ്പം ഏതെങ്കിലും പേജ് അറിയാണ്ട് വിട്ട് പോയെങ്കിൽ അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിട്ടെങ്കിൽ അവിടെ PTO എന്നുള്ളത് എഴുതണം. അതേപോലെ അറ്റൻഡൻസ് ഷീറ്റിലും നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അങ്ങനെ സൈൻ ചെയ്യാൻ വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ആബ്സെൻ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് അത് വിട്ടു പോകരുത്. നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കോഴ്സിന് മാത്രമാണ് നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്ററിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സൈനും അതേപോലെ ഇൻവിജിലേറ്ററിൻ്റെ സൈനും എക്സാം ഡേറ്റും എല്ലാം അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലേ, പ്രോപ്പർ പ്ലേസിൽ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഹാൾ ടിക്കറ്റിൽ തന്നിട്ടുള്ള എക്സാം സെൻറ്ററിൽ മാത്രമാണ് നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് വേറെ ഏതെങ്കിലും സെൻറ്ററിൽ പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ അത് വാലിഡ് ആവില്ല, നമ്മളെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യത്തുമില്ല. പിന്നെ ഡിസബിലിറ്റീസ് ഉള്ളവർ എക്സ്ട്രാ ടൈമിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പെർമിഷന് വേണ്ടിയിട്ട് അവരുടെ അതത് റീജിയണൽ സെൻറ്ററിൽ വിളിച്ച് പെർമിഷൻ മേടിക്കേണ്ടതാണ്. പിന്നെ എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ടും ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവരണം. അതായത് ഇഗ്നു ഇഷ്യൂ ചെയ്തിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് അവരുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഏതെങ്കിലും റീസൺ കൊണ്ട് അതില്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. അതേപോലെ എക്സാം ഹാളിൽ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ വേറെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ഒരു കാരണവശാലും എക്സാം ഹാളിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പാടില്ല. പിന്നെ ചില എക്സാമിന് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഏത് കാൽക്കുലേറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ എക്സാമിന് മാത്രമാണ് അത് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ ഓഫർ ചെയ്തിട്ടുള്ള ഏത് ലാംഗ്വേജാണോ ആ ലാംഗ്വേജിലാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. ഹിന്ദിയിലും എഴുതാനായിട്ട് പറ്റും, പക്ഷേ ഇംഗ്ലീഷൊക്കെയാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് പോലത്തെ എക്സാമിന് അതേ ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ നമ്മൾ എക്സാം എഴുതേണ്ടി വരും. വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, ഇവാലുവേറ്റ് ചെയ്യില്ല. പിന്നീടും നമ്മൾ അപ്പിയർ ചെയ്യേണ്ടി വരും ആ എക്സാം. പിന്നെ നമ്മുടെ സബ്ജക്റ്റിൽ ചിലത് OMR ഉണ്ട്. OMR എന്ന് പറയുമ്പം ഓപ്ഷണൽ ടിക്ക് ചെയ്യാനുള്ളതാണ്. 50 മാർക്സിൻ്റെ ആയിരിക്കും. അതവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. PC 001, BSHF 101, FST 01, BLIO 11 അങ്ങനെ കുറച്ച് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അപ്പം അതിനനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. പിന്നെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് കോഴ്സിന് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം, റീജിയണൽ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യണം. അവരുടെ ഏതാണ് സെൻറ്റർ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് എക്സാം അറിയാൻ വേണ്ടിയിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ
15 മിനിറ്റിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമ്മൾ എക്സാം ഹാളിലോട്ടുള്ള എൻട്രി നിർത്തുന്നതായിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഹവറിന് ശേഷം മാത്രമാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഒരു കാരണവശാലും നമ്മൾ ആൻസർ ഷീറ്റ് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതെന്താണ്, അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഒഫൻസാണ്. പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ നമ്മുടെ അസൈൻമെൻറ്റോ അല്ലെങ്കിൽ പ്രോജക്റ്റ് അതുപോലെ പ്രാക്ടിക്കൽ മാർക്സൊക്കെ എന്തായിരിക്കും, നമ്മുടെ ജൂൺ 2026 ടേം ആൻഡ് എക്സാമിനേഷൻ ഗ്രേഡ് കാർഡിൻ്റെ കൂടെ അതിൻ്റെ മാർക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ MSL 007, MSL 013 എന്നുള്ള കോഴ്സ് ആ എക്സാമിന് അപ്പയർ ചെയ്യുന്നവർ അവരുടെ ആ സ്റ്റാൻഡേർഡിനുള്ള അല്ലെങ്കിൽ ആ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിക്ഷണറി എക്സാം സെൻറ്ററിലോട്ട് കൊണ്ടുപോകാൻ പെർമിഷൻ ഉണ്ട്. അതല്ലാണ്ട് വേറെ ഇലക്ട്രോണിക് ആയിട്ടുള്ളതൊന്നും പെർമിറ്റഡ് അല്ല. അതുപോലെ MA ജ്യോതിഷ് പ്രോഗ്രാമിൽ ഉള്ളവർക്ക് പാഞ്ചിങ് ആൻഡ് കാൽക്കുലേറ്റർ അതും അലൗഡാണ്. ഇത്രയൊക്കെയാണ് റൂൾസ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക, അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.